ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജയലാൽ എന്ന സുഹൃത്ത് ചോദിക്കുന്നു, ജയൻ ചേട്ടൻ ഉള്ള സമയത്ത് ജയൻ ചേട്ടൻ കമലഹാസനെയും രജനീകാന്തിനെയും ഒക്കെ പിന്നിലാക്കി മുന്നോട്ട് പോയിരുന്ന പുള്ളി പറഞ്ഞത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഞാൻ ആ കാലത്ത് 80കളിൽ സിനിമ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാ വാരികകളും വായിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും മൂപ്പർ എന്നോട് ചോദിച്ചിട്ടുണ്ടാകുന്നത്. സംഗതി എന്ന് പറഞ്ഞാൽ, ജയൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയത്താണ് കമലഹാസൻ മലയാളത്തിൽ അഭിനയിക്കുന്നത്. കമലഹാസൻ്റെ പടത്തിൽ ജയൻ ചേട്ടൻ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ആ സമയം, പിന്നെ ചെറിയ വേഷത്തിലും അഭിനയിക്കുന്ന സമയം. പിന്നീട് ജയൻ നായകനാകുമ്പോഴത്തേക്കൊന്നും കമലഹാസനൊന്നും മലയാളത്തിലില്ല. കമലഹാസൻ തമിഴിൽ പോയിട്ട് വലിയ സ്റ്റാറായ സമയമാണ്. ജയൻ കമലഹാസനെ പിന്നിലാക്കാൻ പോയിട്ട് ജയന് കമലഹാസനേക്കാളും 5-1 പ്രതിഫലം വാങ്ങുന്നത് അത്രയേ ഉള്ളൂ മലയാളത്തിൽ. ജയൻ ചേട്ടന് 40,000 രൂപയാണ് പ്രതിഫലം. കോളിളക്കത്തിലും നായാട്ടിലും പിന്നെ അതിലെല്ലാം 40,000. ആ സമയത്ത് കമലഹാസൻ 3 ലക്ഷം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ എത്ര ഇരട്ടിയായി? 7 ഇരട്ടിയിൽ ജാസ്തി പൈസ കമലഹാസൻ ആ സമയത്തുണ്ട്. പിന്നെ അങ്ങനെ ജയൻ കമലഹാസനെ പിന്നിലാക്കുന്നു. കമലഹാസൻ ആ സമയത്ത് മലയാളത്തിൽ അഭിനയിക്കില്ല. ആ സമയത്ത് മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജയൻ്റെ പടത്തിൽ കമലഹാസൻ ഉപനായകനായിട്ടൊന്നും അഭിനയിക്കില്ല. കമലഹാസൻ ജയനെ അഭിനയിക്കും, കമലഹാസൻ തന്നെ ആയിരിക്കും നായകൻ. പിന്നെ രജനീകാന്തിനെ പിന്നിലാക്കി. രജനീകാന്ത് ആ സമയത്ത് തമിഴിലല്ലേ. രജനീകാന്തിനെ ജയൻ അങ്ങനെ പിന്നിലാക്കുക? രജനി തമിഴിൽ മലയാളത്തിൽ അഭിനയിക്കുന്ന ആളല്ലേ. തമിഴിൽ രജനി ആ സമയത്ത് ഭൈരവിയെല്ലാം കളിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയ സമയത്ത് നിൽക്കുന്ന സമയമാണ്. കമലഹാസൻ്റെ പ്രതിഫലം തന്നെ രജനിക്കുണ്ട്, 3 ലക്ഷം. അപ്പോൾ ആ കാലത്ത് ഇവിടെ ഇപ്പം പ്രചരിപ്പിക്കുന്നത് ജയൻ ചേട്ടൻ്റെ മരണശേഷം ഇപ്പോൾ പിന്നെ മരണശേഷം ഇത്രയൊന്നും പ്രചാരണം ഉണ്ടായിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് ജയൻ ചേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത പിന്നെ പൊക്കലുകളിൽ വരുന്നത്. ജയൻ ചേട്ടൻ അങ്ങനെയാണ് എല്ലാവരും കീഴടക്കിന്, അമിതാഭ് ബച്ചനെ വരെ കീഴടക്കി, ധർമ്മേന്ദ്രനെ വരെ കീഴടക്കി എന്നെല്ലാം പറയുന്നത് ഇപ്പം. അതൊന്നും അന്നത്തെ ഒരു വാരികയിലും ഇല്ല, ഒരു സിനിമയിലും ഇല്ല. സിനിമയിൽ സാധാരണ ജയൻ ചേട്ടനെ അഭിനയം നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് എത്തിയാണ് മലയാള സിനിമയിൽ. മറ്റുള്ള എല്ലാ നടന്മാരെയും ജയൻ ചേട്ടൻ പിന്നിലാക്കിയായിരുന്നു. സുകുമാരൻ ജയൻ ചേട്ടൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്നു. സുകുമാരൻ ജയനേക്കാൾ പേരുണ്ടായിരുന്നു 79-ലെല്ലാം. 80 ആകുമ്പോഴത്തേക്ക് 80 തുടക്കത്തിൽ സുകുമാരന് ഒരു പടി കീഴാക്കി. അത്ര